എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തിരുവത്താണ് കൂടെയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യുദ്ധം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ കാര്യങ്ങളും മാറി മറിയുന്നതെന്ന്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഖത്തറിലെ യു എസിന്റെ ബേസുകൾ ഇറാൻ ആക്രമിക്കുന്നു. അടുത്ത തരത്തിലേക്ക് വാർ മുന്നോട്ട് പോകുന്ന സമയത്താണ് ട്രംപ് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇതിന് പ്രത്യാക്രമണമില്ല, സീസ് ഫയർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുന്നു. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കുറച്ചു മണിക്കൂർക്ക് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളോട് പറഞ്ഞത് സീസ് ഫയർ ഇല്ല, ഇസ്രായേലാണ് ആക്രമണം ആരംഭിച്ചത്, അതുകൊണ്ട് ഇറാൻ പിന്നോട്ടില്ല, അവസാന രക്തത്തുള്ളി ഒഴുക്കുന്നത് വരെയും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ്. ആരിഫ്, ഈ ചില തവളകളുണ്ട് ലോറിയുടെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുന്ന, പക്ഷെ അവരുടെ അന്ത്യം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണോ ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നത്? എന്താണ് ഒബ്സർവേഷൻ? ഇതിപ്പോ അങ്ങനെ പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു, ഇവിടെ ഈ വിഷയത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധം, അത് ആളുകൾക്ക് വരാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇപ്പോൾ യുദ്ധം ആദ്യം തുടങ്ങിയത് ഇസ്രായേലാണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ആ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവിടെ ഉള്ളത്. ഒക്ടോബർ 7 വിഷയം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറയാറുണ്ട്, അതായത് ആ ഒരു പ്രോക്സി വാറിന് ഒരു തുടക്കം കുറിച്ചത് ആരാണ്. അപ്പോൾ അത് ലോകം ചർച്ച ചെയ്യുമ്പോൾ അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അത് ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കൽ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വഴിവെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മറന്നുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചർ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം. അതോടൊപ്പം തന്നെ ഈ ആണവോർജ്ജവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള വയലേഷൻസ്, ഇതുപോലെ ഒളിച്ചും പാത്തും എനർജി ആവശ്യത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അത് പിന്നെ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഒരു പൊതുമര്യാദ എന്ന് പറയാം, ഒരു അന്താരാഷ്ട്ര മര്യാദ നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു മര്യാദ കേട് തന്നെയാണ്, അതൊരു ലംഘനം തന്നെയാണ്. അത് ആ മേഖലയുടെ അസമാധാനത്തിനാണ് അത് വഴിവെക്കുക. ഇന്നിപ്പോൾ ഈ ഖത്തറിലേക്കുള്ള അക്രമം പോലും നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. ആരെയും വകവെക്കുന്നില്ല, ഏത് വിധേനയും ജനങ്ങളെ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കാതെ കണ്ണുമൂക്കില്ലാതെ ഓരോന്ന് ചെയ്തു വെക്കുന്ന ഒരു രീതി, അത് കൂടുതൽ ലോകത്തിന് മാതൃകയാകുന്നു എന്നുള്ളതാണ്. ഇത് അവരെ കുറ്റപ്പെടുത്താനും അവരുടെ പ്രശ്നം തിരിച്ചറിയാനും. അപ്പോൾ അത് ആ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം യു എസ് അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ അറ്റാക്ക് നടത്തിയപ്പോഴും ഖമേനി നടത്തിയ എക്സ് പ്ലാറ്റ്ഫോമിലെ പ്രതികരണം സയനിസ്റ്റ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തന്നെയാണ്. അടിസ്ഥാനപരമായി ചെന്ന് നിൽക്കുന്നത് ആ ഒരു ഇസ്രായേൽ വിരുദ്ധത, ജൂത വിരുദ്ധതയിലേക്ക് തന്നെയാണ്. അതിനാണ്, അതായത് ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നതിനേക്കാൾ ഉപരി ജൂതന്മാരെ അംഗീകരിക്കുക എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് വരാതെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടില്ലല്ലോ ആരിഫ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷന് ആണ് നമ്മൾ നോക്കുന്നത് എന്ന് പറയുകയും എന്നിട്ട് ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് രണ്ടും ചേരില്ല. കാരണം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പറയുമ്പോൾ അവിടെ ഇസ്രായേലിനെ ആദ്യം നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് തയ്യാറാവുന്നുണ്ടോ? ഇല്ല. കാരണം തയ്യാറാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ആ സ്ലോഗനകത്ത് ഇസ്രായേലില്ല, അത് പാലസ്റ്റൈൻ മാത്രമേ ഉള്ളൂ. റിവർ ടു സീ എന്ന് പറയുമ്പോൾ ആ റിവറും ആ സീയുടെ ഇടയിലുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇസ്രായേലും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് വിൽ ബി ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ജൂതരാഷ്ട്ര ഉന്മൂലനം തന്നെയാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഈ ഹമാസിൻ്റെ ചാർട്ടർ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ തുടക്കം തന്നെ അതാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യും എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതും ഇസ്ലാം ഉന്മൂലനം ചെയ്യുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മതത്തെ നമ്മൾ വലിച്ചുകൊണ്ട് വരുന്നതല്ല, മതത്തെ അവർ തന്നെയാണ് കൂട്ടുപിടിച്ചുകൊണ്ട് ആ വാചകങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഇനി ഈ ഒരു പ്രശ്നത്തിൻ്റെ ഈ ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ അവർ ഒരു 13ാമത്തെ ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അതായത് ഈ പ്രശ്നത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ജിഹാദാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൽ ചർച്ചകളോ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര അഭിപ്രായ സമന്വയം നടത്തുന്നതോ ഇതൊന്നും തന്നെ വഴിവെക്കാൻ പോകുന്നില്ല. ഇത് സമയം മെനക്കെടുത്തലാണ്, ഇത് വേസ്റ്റ്ഫുൾ എൻഡെവർ ആണെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ജിഹാദാണ്. അപ്പോൾ ആ ജിഹാദിലൂടെ ഇതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആകത്തുക? അതൊരു മതപരമായ ലക്ഷ്യമാണ്. അതിൽ ജിഹാദ് എന്നുള്ള വാക്ക് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 10-12 തവണ
അതിനുവേണ്ടി വിളിക്കുന്നു. മരിക്കലാണ് നമ്മളുടെ ഏറ്റവും പരമമായ ലക്ഷ്യം, ഏറ്റവും ഉന്നതമായ ലക്ഷ്യം എന്ന് വരെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യത്യാസം. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കാൻ വേണ്ടി അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു, സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ കാലയളവിൽ മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമാധാന ശ്രമത്തിനും മുന്നോട്ട് വന്നിട്ടുള്ളത് ആരാണ്? അത് 48 മുതൽ 67 അല്ലെങ്കിൽ അതിനൊക്കെ ശേഷം, ഓരോ യുദ്ധത്തിന് ശേഷമാണെങ്കിലും, ഓരോ സമാധാന ട്രീറ്റിക്ക് ശേഷമാണെങ്കിലും, ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഈ അബ്രഹാം അക്കോർഡ്സിലാണെങ്കിൽ പോലും ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതും ഇന്നും അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കുന്നതും അതിനുവേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് ആശയപ്രചരണം നടത്തുന്നതും എല്ലാം തന്നെ അബ്രഹാം അക്കോർഡ്സിലൂടെ ഉണ്ടാകുന്ന ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ തന്നെയാണ് അതിനകത്ത് ആയിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇന്ന് അതിനോട് ചേർന്നു. എന്ന് വെച്ചാൽ 48 യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച രാഷ്ട്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ ഇന്ന് ഇസ്രായേലിൻ്റെ ഒപ്പമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. UAE അടക്കം, സൗദി അറേബ്യ അടക്കം. ഇന്നിപ്പോൾ ഈ ഇറാനെതിരെയുള്ള ഈ ഒരു വിഷയം കാണുമ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ആരും വന്നിട്ട് നേരിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ എയർ സ്പേസിലൂടെ പോകുന്ന ഇറാൻ്റെ ഡ്രോണും കാര്യങ്ങളൊക്കെ അവർ തന്നെ വെടിവെച്ചിടുകയാണ് ഇസ്രായേലിനെതിരെ പോകുന്നത്. അപ്പോൾ ജോർദാൻ വെടിവെച്ചിടുന്നു. ഞാൻ ഒന്ന് രണ്ട് കമന്റുകളിൽ പ്രധാനമായ ആളുകൾ, ഒന്ന് രണ്ടല്ല ഒരുപാട് കമന്റുകൾ കണ്ടത്, മറ്റ് GCC കൺട്രീസിനൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇറാന് മാത്രം എല്ലാ കാലത്തും ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇറാനിലെ ടെഹ്റാനിലെ അവർ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്ലോക്ക്, ഡെത്ത് ഒരു കൗണ്ട് ഡൗൺ, ഒരു ഡെത്ത് ക്ലോക്ക് എന്നോ അങ്ങനെയാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അത് നോക്കിയാൽ മതി, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അതിൽ അവർ എഴുതി വെച്ചിരിക്കുന്നു ജൂതരാഷ്ട്രം, ഇസ്രായേലിൻ്റെ അന്ത്യം 2040 നടക്കാൻ പോകുന്നു എന്നിട്ടൊരു കൗണ്ട് ഡൗണും ഇതാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതെയാക്കണമെന്ന് നമ്മൾ എവിടെയെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അവരെ ഒന്ന് സമാധാനമായിട്ട് അവരെ പണി നോക്കിയിട്ട് ഇരുന്നാൽ മതി, നമ്മൾ വെറുതെ ശല്യം ചെയ്യരുത്, ഇത്രയല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അവർ ഈ തീവ്രവാദമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം, തീവ്രവാദത്തിന് ഈ കോപ്പ് കൂട്ടി കൊടുക്കുന്ന അവരുടെ ആ ഒരു പ്രവൃത്തികൾ ഒന്ന് അടക്കി വെക്കണം, നമ്മളുടെ വഴിക്ക് വിടുക, അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ, ഇതല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് പകരം നമ്മൾ ഒരു കൗണ്ട് ഡൗൺ ഇവിടെ സ്ഥാപിച്ചിട്ട് പാകിസ്ഥാൻ നമ്മൾ തീർക്കാൻ പോകുന്നു, ഇന്ന പോലെ 47 ആകുമ്പോഴേക്കും എല്ലാം തീർക്കും, എന്നിട്ട് തിരിച്ച് പിടിക്കും, 100ാം വാർഷികം വരുമ്പോഴേക്കും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാവും, നമ്മൾ ഈ പാർട്ടീഷനെ റിവേഴ്സ് ചെയ്യും. ഇതൊന്നും നമ്മൾ പറയാറില്ല, ഇതൊന്നും നമ്മുടെ ആവശ്യമേ അല്ല. അങ്ങനെ ഒരു ഗോളും വെച്ചിട്ട് നമ്മൾ പോകുന്നില്ല, ഒരു ഔദ്യോഗികമായിട്ടൊരു ഗോളില്ല. പക്ഷേ ഇവിടെ കാണുന്ന എന്താണ്, ടെഹ്റാനിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് IRGC, ഇവിടുത്തെ ഖൊമൈനി ഭരണകൂടം തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ ഒരു ബോർഡ്, ഒരു ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ രീതിയിൽ ജൂതവിരുദ്ധത, ആ ജൂതരാഷ്ട്രമേ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന രീതി, ആ ജൂതരാഷ്ട്രവുമായിട്ട് ഏതെങ്കിലും വിധേന ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങളോട് ശത്രുത പ്രഖ്യാപിക്കുക, അവരെ ആക്രമിക്കുക. ഇപ്പോൾ ഖത്തറിനോടാണെങ്കിൽ പോലും ഇപ്പോൾ ചെയ്യുന്നത്, ഖത്തറിനെ എന്നുള്ളതിനേക്കാൾ ഒരു US ബേസ് ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് ചെന്ന് വീഴുന്നത് എവിടെയാണ്? ചെന്ന് വീഴുന്നത് ജനങ്ങളുടെ തലയിലല്ലേ ഇത് വന്ന് വീഴുന്നത്. കാരണം അങ്ങനെ ഒരു പ്രിസിഷൻ ടെക്നോളജി ഒന്നും ഇറാനില്ല. മാത്രമല്ല അവരുടെ മിസൈലിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ 100ഉം 150ഉം മിസൈൽസൊക്കെ വിട്ടിരുന്നോടുത്ത്, 500ഒക്കെ വിട്ടിരുന്നോടുത്ത്, ഇന്നിപ്പോൾ അത് എണ്ണം കുറഞ്ഞ് 70ഉം 30ഒക്കെ ആയി കുറയുകയാണ്. അപ്പോൾ അവരുടെ അമ്യൂണിഷൻസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊത്തം അതിൻ്റെ പ്രിസിഷൻ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ അവർക്ക് ആകെ കൂടി ചെയ്യാൻ കഴിയുന്നത് ചരൽ വാരി എറിയുന്ന പോലെ മിസൈൽ വാരി എറിയുക എന്നുള്ളതാണ്. അതിൽ 2-3 താഴെ വീഴും, ബാക്കിയുള്ളതൊക്കെ ഈ അയൺ ഡോം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് വരുമ്പോൾ 100% സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമെങ്കിലും പക്ഷേ അതങ്ങനെ എഫക്റ്റീവ് അല്ല. അയൺ ഡോം അങ്ങനെ 100% എഫക്റ്റീവ് ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നില്ല. എന്നിട്ടും അതിനകത്ത് ഉണ്ടാകുന്ന അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇവിടെ വാർത്ത വരുമ്പോൾ അതുപോലും റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇസ്രായേലിലെ ആളുകൾ മരിക്കാത്തതാണോ? ഇവരുടെ പ്രശ്നം ഈ ആളുകൾ, കുട്ടികൾ അവിടെ കൊല്ലപ്പെടാത്തതാണോ? കാരണം ഇപ്പം നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എവിടെ തിരിഞ്ഞാലും ബോംബ് ഷെൽട്ടറാണ്, എവിടെ തിരിഞ്ഞാലും, ഓരോ ബിൽഡിങ്ങിലും, ഏത് കോർണറിൽ പോയി കഴിഞ്ഞു, വെറുതെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പോലും ബോംബ് ഷെൽട്ടർ കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം ഇത് എപ്പോഴാണ് വീഴാന്ന് അറിയില്ല. കാരണം ആ ഒരു ഭയത്തിൽ ജീവിക്കുന്ന ഒരു ജനത, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയാണ് അവർക്ക് വലുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി അവർ മരിക്കുന്ന ആളുകളാണ്. മറ്റേത് അങ്ങനെയല്ല, മരിക്കാൻ വേണ്ടി മരിക്കുകയാണ്, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു കിട്ടിയാൽ മതി, ആരെങ്കിലും ഒന്ന് കൊന്നു കിട്ടിയാൽ മതി, ഒന്ന് ഷഹീദായി കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ. ഈ ഒരു 2 ഐഡിയോളജി വെച്ച് നിൽക്കുമ്പോൾ അതിൽ ആർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ഈ ഫൈറ്റ് ചെയ്യാൻ? കാരണം ഇത് ജീവൻ കളയാതെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് നോക്കുമ്പോഴാണ് ഈ പ്രിസിഷൻ അറ്റാക്കിനൊക്കെ ഇത്രയും വാല്യൂ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെയുള്ള അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഇറാനകത്ത് കയറിക്കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾക്കെതിരെ ഇതുപോലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ IRGCയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ തീവ്രവാദ ബന്ധമുള്ള മതഭീകരതയുടെ കേന്ദ്രങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് അവിടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രിസൺ കൂടി അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, എവിൻ എന്ന് പറയുന്ന ഒരു പ്രിസൺ. ഈ പ്രിസൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് കൂടുതലും പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്. എന്ന് വെച്ചാൽ ഈ മതഭരണകൂടത്തിനെതിരെ നിൽക്കുക, ഇപ്പോൾ ഹിജാബ് പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ അതിനപ്പുറം ഈ ഭരണകൂടത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലം, പീഡിപ്പിക്കുന്ന സ്ഥലം, ഇതാണ് അവിടെ നടക്കുന്നത്. അതാണ് ഒരു പുതിയ ഹിറ്റ്ലർ എന്നുള്ള പേര് വിളി പോലും ഈ ഖൊമേനിക്ക് വരുന്നത്. കാരണം അത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിച്ചമർത്തലുകൾ, ഫാഷിസം, ഇസ്ലാമ ഫാഷിസം എന്ന് നമ്മൾ ഇനിയെങ്കിലും പറയണമെന്നാണ് ഞാൻ പറയാം. അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ മതത്തിൻ്റെ ആ ആശയം എടുത്തു വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെയും അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങളെയൊക്കെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ, ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഫ്രീ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇന്നലത്തെ അറ്റാക്കിൽ. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് ഇറാൻ്റെ ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ ഈ ഒരു നമ്മൾ ഈ അറ്റാക്കിന് ഇവരിട്ടിരിക്കുന്ന പേര് തന്നെ റൈസിങ് ലയൺ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഈ ലയൺ എന്ന് പറയുമ്പോൾ ഇത് ഷാ ഭരണകൂടം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേർഷ്യൻ ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഒരു പഴയ സിമ്പിളാണ് ഈ ലയൺ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം ഈ ലയണ മാറ്റിയിട്ട് അവർ ഇസ്ലാമിൻ്റെ കുറേ ചിഹ്നങ്ങൾ അവിടെ കൊണ്ടുവച്ചു. ഇതാണ് അവിടെ കുറേ വാളും പരിചയമൊക്കെ. കാരണം അതാണല്ലോ സമാധാനത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ റൈസിങ് ലയൺ എന്ന് പറയുമ്പോൾ ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ത്? അതൊരു തിരിച്ചുവരവാണ്, ഈ ഒരു റിവേഴ്സലാണെന്നതിനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് മുഴുവൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മതഭീകരതയും മതഭരണകൂടത്തെയും കൃത്യമായി ടാർഗറ്റ് ചെയ്യുമ്പോൾ, അവരുടെ ഓരോ കേന്ദ്രങ്ങളെയും മാറ്റുമ്പോൾ, അതുപോലെ തന്നെ അവരുടെ ആയുധപ്പുരകൾ, അതിപ്പോൾ ന്യൂക്ലിയർ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മിസൈലിനെ അറ്റാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടുന്നാണ് ലോഞ്ച് ചെയ്തത് എന്നും കൂടി കണ്ടെത്തിയിട്ട് അതും കൂടി തകർക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ മിസൈലുകൾ ഉണ്ടായപ്പോലും ലോഞ്ചറുകൾ ഇല്ലാത്ത അവസ്ഥയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബിഗർ പിക്ചറിൽ നമുക്കിത് കാണാൻ കഴിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇറാന് മാത്രം ഇത്രയും ഒരു പ്രശ്നം, ബാക്കിയുള്ള ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം എന്താണ് എന്ന ചോദ്യം. ഇത് മുന്നേ അറബ് രാഷ്ട്രങ്ങൾ മൊത്തം ഉണ്ടായിരുന്ന പ്രശ്നമാണ്. എല്ലാവരും മാറിയതാണ്, പണ്ടേ പ്രശ്നം ഇല്ലാതിരുന്നതല്ല. ഓക്കെ, ഈ 48 യുദ്ധത്തിൽ എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഒരുമിച്ച് വന്നാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത്. അതിൽ സൗദി ഉണ്ട്, ഈ പറയുന്ന UAE എല്ലാവരും ഉണ്ട്. പക്ഷേ ഇന്ന് അവർ പിന്മാറി, ഇന്ന് അവർ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ പെടാതെ നിൽക്കുന്ന 2-3 രാജ്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്നാണ് ഈ പറയുന്ന ഇറാൻ. ആരിഫ്, എനിക്കൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അതായത് സിറിയയിൽ ഇന്നലെ ISIS ആക്രമണം നടക്കുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആരും ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഗസയിലേക്ക് നോക്കൂ, കരയൂ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് അബൂജയിൽ അവിടുത്തെ ഉണ്ടായിരുന്ന ഫുലാന ഗോത്രം, അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ 100-200 പേരെ ഒരു രാത്രി കൊണ്ട് കൊന്നു കളയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ജിഹാദി മൂവ്മെന്റുകൾ നടക്കുമ്പോഴും അതിനൊന്നും നോക്കാതെ നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ, ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇവിടെ വലിയ രീതിയിൽ ചർച്ചയാവുകയും കഫയെ ഇട്ടുകൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് ആരിഫിന് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ പുതിയതായിട്ട് നമുക്കൊന്നും പറയാനില്ല, പണ്ട് പറഞ്ഞു തന്നെയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ഒരു സംഗതിയെ ജിഹാദി ആക്രമണം എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നാരറ്റീവ്. അങ്ങനെ പറയാനേ പാടില്ല, അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്നൊക്കെയാണ് പറയാം. ഈ മുസ്ലിങ്ങൾക്ക് ഈ ജിഹാദ് എന്താണെന്ന് അറിയാതെ പോകുന്നത് നമ്മുടെ പ്രശ്നമല്ല, അത് അവർ പഠിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ പണി, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സിറിയയിൽ നടക്കുന്ന കാര്യമായാലും, ഇപ്പോൾ നൈജീരിയയിൽ ഇതുപോലെ ക്രിസ്ത്യാനികളെ കൂട്ടമായിട്ടിട്ട് വെടിവെക്കുന്നു, അതുപോലെ അവർ ആക്രമിക്കുന്നു. അത് ബോക്കോ ഹറാമിൻ്റെ നേതൃത്വത്തിലാണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പോൾ ഈ ഗാസയിലെ പ്രശ്നമായാലും ശരി, ഇതെല്ലാം ജിഹാദാണ്. ഗാസയിലെ പ്രശ്നം ജിഹാദാണെന്ന് അവർ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ എന്താണ് അവരുടെ ചാർട്ടറിൽ തന്നെ അവർ എഴുതി വെച്ചാന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രശ്നം അതിൻ്റെ പരിഹാരം ജിഹാദിലൂടെയാണ് എന്ന് പറയും. ഇതിൻ്റെ അന്തിമമായ ലക്ഷ്യം മരണമാണ് എന്നും കൂടി പറയുമ്പോൾ ജിഹാദ് ഈസ് ഈക്വൽ ടു ഈ പറയുന്ന യുദ്ധം എന്ന് തന്നെയാണ് അവിടെ അവർ പറഞ്ഞു വെക്കുന്നത്. ഇത് അവരെഴുതി വെച്ചിട്ട് പോലും വിശ്വസിക്കുന്നില്ല. അതങ്ങനെയല്ല എന്ന് പറയുന്നത്, അത് അവർക്ക് തെറ്റിപ്പോയതായിരിക്കും എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ ഇവിടെ സിറിയയിൽ നടക്കുന്നത് ISISന്റെ കീഴിലാണെന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ അറ്റാക്കൊക്കെ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം, ഇപ്പോൾ അവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോലാനി,
ജോലാനി HTSന്റെ ഒരു വക്താവാണ്. HTS എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ സംഘടന. അപ്പോൾ ഐസിസിൻ്റെ പ്രശ്നം എന്താ? ഐസിസിൻ്റെ പ്രശ്നം ജോലാനിക്ക് തീവ്രത പോരാ എന്നുള്ളതാണ്. അതാണ് അവരുടെ കുഴപ്പം. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരും. അഫ്ഗാനിസ്ഥാനിൽ താലിബാനും ഐസിസും തമ്മിൽ അടിയാണ്. അവർ ആരോപിക്കുന്നത് ഈ താലിബാൻ ഇസ്ലാമിൽ വെള്ളം ചേർക്കുന്നു എന്നതാണ് ഐസിസിൻ്റെ ആരോപണം. എന്ന് വെച്ചാൽ അവിടെ ഈ സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങൾ ജനൽ പോലും പാടില്ല, അവർ ജോലിക്ക് പോകാൻ പാടില്ല, അവർ ഞെരിയാണി കാണിച്ചാൽ മൂട്ടിൽ അടി കിട്ടും എന്ന് വരെ പറയുന്ന താലിബാൻ ഇസ്ലാമിൽ വെള്ളം ചേർത്തിരിക്കുന്നു എന്നാണ് ഐസിസിൻ്റെ ആരോപണം. അപ്പോൾ ഇത് എത്രമാത്രം പ്രാകൃതമാണെന്നൊന്ന് ചോദിച്ചാൽ പോരാ. ഇത് എത്രമാത്രം സ്ട്രിക്റ്റ് ആക്കിയാലാണ് ഇത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര പെർഫെക്റ്റ് ആയാലും ഈ പ്രാകൃത നിയമസംഹിത, ഈ ഒരു മതം അത് കൂടുതൽ പ്രാകൃതമാകും എന്നല്ലാതെ ഇതൊരിക്കലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനം ആകില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വസ്തുത നമ്മൾ പറയണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുക. ഇത് നമ്മുടെ നാട്ടിലടക്കം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മതരാഷ്ട്രം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഇവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ്? ഈ മതരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉദാഹരണമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അതിനുള്ള ഉദാഹരണമാണ് ഈ പറയുന്ന സിറിയ. നിങ്ങൾ എങ്ങനെയൊക്കെ ഉരുട്ടി മറിച്ച് അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മതരാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറഞ്ഞാലും അത് കറങ്ങിത്തിരിഞ്ഞ് അഫ്ഗാനിസ്ഥാനേ ആകൂ. അതിനപ്പുറത്തേക്ക് അതിന് വളരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ സൗദിയെ കാണിക്കും, അല്ലെങ്കിൽ അവിടെ UAE ഒക്കെ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം സൗദിയിലും UAE-യിലൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കള്ളും അതുപോലെ മറ്റു പല സാധനങ്ങളും അവരവിടെ അലൗ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതും ഇസ്ലാമികമാണെന്ന് നിങ്ങൾ സമ്മതിക്കാൻ കഴിയണം. അത് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് ഈ അടുത്ത് 2018-19 അവിടെ വണ്ടി ഓടിക്കാനുള്ള അവകാശം ഈ പറയുന്ന സൗദി അറേബ്യയിൽ കിട്ടിയത്. അതുവരെയൊക്കെ അവർക്ക് പുറത്തിറങ്ങി പോലും നടക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള നിയമം പോലും വെച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് സൗദിയുടെ നിയമമായിട്ട് മാറും ഉടനെ. ഇതാണ് സംഭവിക്കുക. അപ്പോൾ സൗദിയുടെ നിയമമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ സൗദിയുടെ മാറ്റങ്ങളും സൗദിയുടെ മാറ്റങ്ങളായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. അതിന് ഇസ്ലാമായിട്ട് കൊണ്ടുവരരുത്. ഇസ്ലാമിൻ്റെ നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് ആര് എന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഐസിസും ഈ പറയുന്ന സിറിയൊക്കെ ചെയ്യുന്നത് കാണും. അപ്പോൾ ഇതൊക്കെ ഈ ജിഹാദി ആശയമാണ്. അതായത് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുക, അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ്. വാളുകൊണ്ടുള്ള യുദ്ധം, ചോര ഒഴുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുൾപ്പെടെ ചെയ്തുകൊണ്ട് അവിടെ ഭരണം പിടിക്കുകയും അവിടെ ഫിത്തന ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയുന്നു എന്ന് വരുന്നിടത്ത് ഇതിൻ്റെ പ്രശ്നം ഇത് നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിത് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഫ്രീ ഓൺലൈൻ മീഡിയ ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു പത്രമാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്യം തരുന്ന ആളുകൾ പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. അത് അവിടെ സംരക്ഷണം ചെയ്യാൻ കഴിയില്ല അവർക്ക്, അല്ലെങ്കിൽ അത് എഴുതി വെക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. കാരണം അതിനുള്ള സാഹചര്യം, അതായത് അവിടെയാണ് ഈ ഓൺലൈൻ മീഡിയ ഈ ലോകത്തുണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അതായത് ഈ കൺവെൻഷണൽ മീഡിയ സത്യത്തിൽ ഇന്നൊരു നിലനിൽപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ മീഡിയ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓറയുണ്ട്. എന്ന് വെച്ചാൽ ഒരു സുരക്ഷിത വലയം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനത്തെ യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കണ്ട് ആശയങ്ങളായിട്ട് വിമർശിക്കാനും പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെക്കുന്നത് സത്യത്തിൽ ഓൺലൈൻ മീഡിയയാണ്. ആ ഒരു സുരക്ഷിത കവചം ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് നിന്നിട്ട് ഈ കൺവെൻഷണൽ മീഡിയയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. അതിനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ പല വാർത്തകളും പത്രത്തിലൊക്കെ അച്ചടിച്ച് വരുന്ന എപ്പോഴാണ് ഓൺലൈൻ മീഡിയ ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ്, സോഷ്യൽ മീഡിയയിൽ അത് സംസാര വിഷയമായി കഴിയുമ്പോഴാണ്. അല്ലെങ്കിൽ അത് പറഞ്ഞാൽ എന്തായി, അവരുടെ ഓഫീസ് കല്ലെറിയും, അവരുടെ പത്രം ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കും, അല്ലെങ്കിൽ അവരുടെ TV ചാനലിലേക്ക് പ്രക്ഷോഭം ഉണ്ടാവും, പരസ്യ വരുമാനത്തെ ബാധിക്കുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ ഭയപ്പെടുത്തി ഈ മാഫിയ സംഘങ്ങളെ പോലെ പെരുമാറുന്ന ചില മതങ്ങളും അവരുടെ ആശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ചയാക്കാൻ പറ്റുന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തത്. പക്ഷേ അത് മാറിയേ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ നാടും ഇത് കുട്ടിച്ചോറാകുമ്പോൾ ഇത് നമുക്ക് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും കൃത്യമായി അഭിപ്രായം പറയുകയും സംസാരിക്കുകയും നമുക്ക് എന്തായാലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ സംസാരിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം IDF-ന്റെ അവർ ഇൻസ്റ്റഗ്രാമിൽ അവർ കൊടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. നിങ്ങൾ ഇവിടെ തകർത്തുകൊള്ളൂ, ഞങ്ങൾ ഇവിടെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ് പുതിയ കെട്ടിടങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന IDF-ന്റെ ഒരു വീഡിയോ കണ്ടു. ഇസ്രായേൽ എങ്ങനെയാണ് കുരുത്ത് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്.
മാത്രമല്ല ഹമാസിന്റെ കയ്യിൽ ഇപ്പോഴും ബന്ധികളായ ആളുകളുണ്ട്. 3 ഡെഡ് ബോഡികൾ ബന്ധികളായ അവരുടെ കഴിഞ്ഞ ദിവസം റിട്രീവ് ചെയ്തിരുന്നു. ഒരാളെ ജീവനോടെ തിരികെ കിട്ടിയിരുന്നു. ആ ബന്ദികളായിട്ട് കഴിഞ്ഞ ദിവസം റിക്കവർ ചെയ്ത ആ ഒരു ആളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളവിടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്ത ഒരു കിബുട്സിൽ അന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ലിലിയത്ത് ആറ്റ്സ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരെയും തട്ടിക്കൊണ്ട് പോയിരുന്നതായിരുന്നു. അവരെ തുടക്കത്തിൽ തന്നെ വിട്ടയച്ചതായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ ശവശരീരമാണ് കഴിഞ്ഞ ദിവസം റിക്കവർ ചെയ്തത്. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോ പീസിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഇസ്രായേലാണ് അത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും വീണ്ടും യുദ്ധത്തിലേക്ക് വരുന്നത്. ഹമാസിനെ നിലയ്ക്ക് നിർത്തി ബന്ദികളെ തിരികെ കൊടുത്ത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ഇരുന്നാൽ പോരെ ഖമേനി എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് എന്തായാലും ഇറാനിലെ ജനത ഇറങ്ങി വരും ആരിഫ്. അവിടുത്തെ റിപ്പോർട്ട്സുകളെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അല്ല, ഈ സമാധാനത്തിലേക്ക് ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇവർ സമാധാനത്തിലേക്ക് നിന്നിട്ടുള്ളത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു കാലത്തും നിന്നിട്ടില്ല. സമാധാനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അറബ് രാഷ്ട്രങ്ങളുടെ സംഘടനയിൽ നിന്നും രാഷ്ട്രങ്ങളെ പുറത്താക്കുന്നത് പോലുമാണ് ഇവർ പണ്ട് ചെയ്തിട്ടുള്ളത്. ഈജിപ്തിനെ പുറത്താക്കിയത് അങ്ങനെയാണ്. അവർ ചെയ്ത കുറ്റം എന്താണ്? ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. അവർ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. ജോർദാനും ഈജിപ്തുമാണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധം ഉണ്ടാക്കി അവർ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരിന്നും സമാധാനത്തിൽ ജീവിക്കുന്ന 2 രാജ്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഈജിപ്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരുടെ ആന്തരികമായിട്ടുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഓപ്പൺ ആയിട്ടുള്ള യുദ്ധത്തിലേക്ക് അവർ പോകുന്നില്ല. അന്നത്തെ കാലം പോലും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു പ്രശ്നം നേരിടുക, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ട് വിളിക്കുന്നത് സമാധാനം അതെന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ്. ഐറണി. അതെ, അതാണ് ഇവിടുത്തെ ഐറണി. എനിവേ താങ്ക് യു സോ മച്ച് ആരിഫ്. രാവിലെ തന്നെ മറുനാടിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ.